Welcome to MrUnbox and Travel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. പരിപൂർണ്ണമായിട്ട് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് ഞാൻ പറയില്ല, മറിച്ച് ഏകദേശം 15 ദിവസത്തിന് മുകളിലായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു റിവ്യൂ ഒന്ന് തന്നെ പരിഗണിക്കാം. എന്താണ് എനിക്ക് ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്, ആ ഒരു കാര്യമായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുക. എനിവേ ഫോൺ ഏതാണെന്ന് പറഞ്ഞാൽ സാംസങ് ഗാലക്സി S22. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കണ്ടാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. എനിവേ നമുക്ക് ഈ ഒരു സാംസങ് ഗാലക്സി S22യുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗാലക്സി S22 സീരീസിലെ മൂന്നാമത്തെ സ്മാർട്ട് ഫോണിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ചെയ്തു വെച്ചിരുന്നത് സാംസങ് ഗാലക്സി S22 അൾട്രയുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ, അതുപോലെ തന്നെ സാംസങ് ഗാലക്സി S22 അൾട്രയുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്യാമറ റിവ്യൂ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ സാംസങ് ഗാലക്സി S22 പ്ലസിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു 3 വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോസ് കാണാത്തവർ ഇതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഗാലക്സി S22ൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുന്നതിന് നമുക്ക് ഒറ്റ വാക്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ഒരു ക്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹാൻഡി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ എന്നാണ്. കാരണം 6.1 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. iPhone 13 Proയിലും 6.1 ഇഞ്ചാണ് ഡിസ്പ്ലേ വരുന്നെങ്കിലും iPhone 13 Proയേക്കാളും കുറച്ചും കൂടി ഡിസ്പ്ലേ വീതി കുറവാണ്. കാരണം ബസിലും ഇതിൽ S22ൽ കുറവാണ്. 204 ഗ്രാമാണ് ഈ ഒരു iPhone 13 Proയുടെ ബോഡി വെയിറ്റ് എങ്കിൽ 167 ഗ്രാം മാത്രമാണ് ഈ ഒരു S22ൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. 7.6 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ് എന്ന് പറയുന്നത്. അപ്പം വൺ ഓഫ് ദ സ്ലിമ്മസ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് ഈ ഒരു S22. എനിവേ ഫ്രണ്ടിലും പിറകിലും ഉപയോഗിച്ചിരിക്കുന്ന ബോഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഗ്ലാസ് മെറ്റീരിയലാണ്. അതിൽ തന്നെ പിറകിൽ മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ളതാണ് വരുന്നത്. നമ്മുടെ ക്യാമറ മൊഡ്യൂളിൻ്റെ കാര്യം എടുത്താൽ S22 പ്ലസിൻ്റെ സെയിം മൊഡ്യൂൾ തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള S21 പ്ലസിലെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അതിൽ S21 സീരീസിൽ ബോഡി ഈ ഒരു ക്യാമറ മൊഡ്യൂളുമായിട്ട് മേർജ് ചെയ്തിട്ടാണെങ്കിൽ ഇതിൽ സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. എനിവേ റൈറ്റ് സൈഡിലുള്ള ബോഡി ഫ്രെയിം വരുന്നത് ആർമർ അലൂമിനിയം ഫ്രെയിമാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ തന്നെയാണ് നമുക്ക് പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗണും കാണാൻ പറ്റുക. മുകൾ വശത്തായിട്ട് ഒരു എക്സ്റ്റേണൽ മൈക്ക് കാണാം. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് നമുക്ക് സിം ട്രേ ഉപയോഗിച്ചിരിക്കുന്നത്. സിം ട്രേയിൽ തന്നെ ഡ്യുവൽ നാനോ 5G സിം കാർഡാണ് നമുക്ക് സപ്പോർട്ട് ആവുക. ഇതിൽ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. എക്സ്റ്റേണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഓവറോൾ ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു S22ലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 കളേഴ്സിലാണ് S22 അവൈലബിൾ ആവുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ഗ്രീൻ കളറാണ്, ഫാൻറ്റം വൈറ്റ്, ഫാൻറ്റം ബ്ലാക്ക്, പിങ്ക് ഗോൾഡ്. ഡിസ്പ്ലേയുടെ കാര്യം എടുത്താൽ 6.1 ഇഞ്ചിൻ്റെ ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD പ്ലസ് ആണ് റെസൊല്യൂഷൻ. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ വരുന്നത്. അതിൽ തന്നെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 48 Hz മുതൽ 120 Hz വരെയാണ്. 425 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. HDR10+ ഇതിൽ സപ്പോർട്ടാണ്. 1300 നിറ്റ്സ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം എടുത്താൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു S22ൽ കാണുന്നത്. വളരെ ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് ആംഗിളിൽ നിന്ന് എടുത്താലും വളരെ ക്ലാരിറ്റി തന്നെ നമുക്ക് വിഷ്വൽ കാണാം. ഈവൻ വെളിയിൽ പോയാൽ പോലും നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിലെ കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും S22ൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു AMOLED ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു പ്രീമിയം ലെവലിലുള്ള അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു സ്മാർട്ട് ഫോണിന് ഉചിതമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. ഗാലക്സി S22 അൾട്രയിലും S22 പ്ലസിലും ഉപയോഗിച്ചിരിക്കുന്ന സെയിം പ്രൊസസ്സർ തന്നെയാണ് നമുക്ക് ഈ ഒരു S22ലും കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിലും GCCയിൽ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ Snapdragon 8 Gen ഫസ്റ്റ് വേരിയൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒക്ടാകോറിൽ 3 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ്. 5G ചിപ്സെറ്റ് ആണ് വരുന്നത്. മറ്റു ചില രാജ്യങ്ങളിൽ സാംസങ്ങിൻ്റെ തന്നെ Exynos 2200 എന്ന് പറയുന്ന പ്രൊസസ്സറാണ് വരിക. ഒക്ടാകോറിൽ 2.8 GHz ആണ് അതിൻ്റെ ക്ലോക്ക് സ്പീഡ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ 4 നാനോമീറ്റർ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടിട്ടുള്ള പ്രൊസസ്സറാണ് ഈ ഒരു S22 സീരീസിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുറച്ച് ദിവസം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ നമ്മൾ ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു S22ലും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. GPUയുടെ കാര്യം എടുത്താൽ Exynos 730 ആണ് സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റിൽ വരുന്നത്. Exynos 920 ആണ് Exynos വേരിയൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനിവേ GPUയുടെ പെർഫോമൻസിൻ്റെ കാര്യം എടുത്താലും ഗെയിമിംഗ് ഒക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് കളിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള ഒരു ഗ്രാഫിക് പെർഫോമൻസ് നമുക്ക് ഈ ഒരു S22ൽ കാണാൻ കഴിയുന്നുണ്ട്. IP68 റേറ്റിംഗോട് കൂടിയിട്ടുള്ള ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണ് ഈ ഒരു ഗാലക്സി S22. 2 മെമ്മറി വേരിയൻസിലാണ് S22 അവൈലബിൾ ആവുക. UFS 3.1 ഫാസ്റ്റ്നെസ്സോട് കൂടിയിട്ട് 8GB+128ഉം 8GB+256GB ആണ് വരുന്നത്.
അതുകൂടാതെ തന്നെ അപ് ടു 8GB വരെ നമുക്ക് ഇതിൽ വെർച്വൽ റാം യൂസ് ചെയ്യാൻ സാധിക്കും. വെർച്വൽ റാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ മെമ്മറിയിൽ നിന്നും 8GB വരെ ഇതിൽ വെർച്വൽ റാം ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഫിസിക്കലി 8GB റാം, വെർച്വലി 8GB റാം. നമുക്ക് വേണമെങ്കിൽ 16GB റാം എന്ന് പറയാമെങ്കിലും ഒരിക്കലും വെർച്വൽ റാം ഒരിക്കലും ഫിസിക്കൽ റാമിൻ്റെ പെർഫോമൻസ് കാഴ്ചവെക്കില്ല. മറിച്ച് ഒന്നിനപ്പോൾ ഒരു തള്ള് എന്നുള്ള രീതിയിലുള്ള ചെറിയൊരു സപ്പോർട്ട് മാത്രമേ നമുക്ക് ഈ ഒരു വെർച്വൽ റാമിൽ നിന്നും ലഭിക്കുകയുള്ളൂ. കണക്ടിവിറ്റിയുടെ കാര്യം എടുത്താൽ S22 Ultrയിലും S22 Plusലും സെയിം കണക്ടിവിറ്റി മെത്തേഡ് തന്നെയാണ് നമുക്ക് ഇതിലും കാണാൻ പറ്റുക. ഡ്യുവൽ 5G ബാൻഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക്. അതുപോലെ GCCയുടെ കാര്യം എടുത്താൽ ഡ്യുവൽ 5G നാനോ സിം കാർഡ് പ്ലസ് ഇ സിം കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരേ സമയത്ത് നമുക്ക് 2 നെറ്റ്വർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കൂ. അതായത് 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് ഒരു ഇ സിം എന്നുള്ള രീതിയിൽ. ബ്ലൂടൂത്തിൻ്റെ 5.2 ആണ് വേർഷൻ വരുന്നത്. വൈഫൈയുടെ 6E ആണ് വരുന്നത്. NFC കൂടി ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമാണ്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 12ലാണ് ഈ ഒരു S22 വരുന്നത്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ One UI വേർഷൻ വരുന്നത് 4.1 ആണ്. ഇത്തവണത്തെ ഈ ഒരു സാംസങ് S22 സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അവർ ഗ്യാരണ്ടി നൽകുന്നുണ്ട്. അതായത് ആൻഡ്രോയിഡ് 16 വരെയുള്ള അപ്ഡേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമാവും. അതുപോലെ തന്നെ 5 years ഇതിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഈ ഒരു 4 വർഷത്തേക്ക് മികച്ച രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു സാംസങ് ഗാലക്സി S22 സീരീസിൽ അല്ലെങ്കിൽ ഈ ഒരു S22 നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. അൾട്രാസോണിക് ആണ് ഇതിൻ്റെ സെൻസർ. വളരെ ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും നമുക്ക് ഇതിൽ വർക്ക് ചെയ്യുന്നത് കാണാം. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്താൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ ഫേസ് ലോക്കും വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് S22 വരുന്നത്. ഇവിടെയാണ് സ്പീക്കേഴ്സ് വരുന്നത്. എനിവേ സൗണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ S22 സീരീസിൽ ഈ ഒരു 3 ഫോണുകളും വളരെ നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ടാണ് നമുക്ക് നൽകുന്നത്. ലൗഡി ആയിട്ടുള്ള ക്രിസ്പി ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്പീക്കർ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഈ ഒരു S22ലും കാണാൻ പറ്റുന്നത്. S22യുടെ ബാറ്ററി സൈസ് വരുന്നത് 3700 mAh ആണ് വരുന്നത്. 25 വാട്ട് ആണ് ഇതിന്റെ ചാർജിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. S22 Plusലും S22 Ultrയിലും 45 വാട്ട് വരെ ചാർജിങ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. 15 വാട്ടിൻ്റെതാണ് ഇതിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട്. അതുപോലെ തന്നെ 4.5 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് സിസ്റ്റം കൂടി ഒരു S22ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഓവറോൾ ഇത്രയും ദിവസം യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഒരു എബവ് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് ആണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഈ ഒരു സൈസ് 6.1 എന്ന് പറയുന്ന ഈ ഒരു ചെറിയ സൈസും സ്ലിം ആയിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഹെവി ബാറ്ററി ലൈഫ് നൽകുന്ന ഒരു ഫോണായിട്ട് നമ്മളിത് കൺസിഡർ ചെയ്യേണ്ട. അത്തരത്തിലുള്ള ഒരു ഹെവി ബാറ്ററി ലൈഫ് വേണ്ടവർക്ക് തീർച്ചയായിട്ടും S22 Plusോ S22 Ultrയോ ചൂസ് ചെയ്യാം. മറിച്ച് അതല്ല, ഈ ഒരു സൈസിനനുസരിച്ചുള്ള ബാറ്ററി ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഏകദേശം ഹെവി യൂസ് ചെയ്താലും ഒരു ദിവസത്തിനടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസത്തിന് മുകളിൽ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സൈസ് അല്ലെങ്കിൽ ഈ ഒരു ഹാൻഡി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് എത്ര ബാറ്ററി ലൈഫ് പ്രതീക്ഷിക്കാമോ ആ ഒരു ബാറ്ററി ലൈഫ് തീർച്ചയായിട്ടും ഈ ഒരു S22ലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഗാലക്സി S22യുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസിന് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഗെയിമിംഗ് പെർഫോമൻസ് ആണ് എനിക്ക് ഈ ഒരു S22ൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് Exynos 730 എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു GPU, Snapdragon 8 Gen 1 ആ ഒരു ചിപ്സെറ്റ്, AMOLED ഡിസ്പ്ലേയുടെ ആ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി, സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ ആ ഒരു സൗണ്ട് ക്വാളിറ്റി, ഇവയൊക്കെ ഒത്ത് വന്നപ്പോൾ ശരിക്കും ഒരു അമേസിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഗെയിമിങ്ങിൽ നമുക്ക് ഈ ഒരു S22ൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ഏകദേശം 1 മണിക്കൂറോളം ഗെയിം കളിച്ചപ്പോൾ എനിക്ക് പറയത്തക്ക രീതിയിലുള്ളൊരു ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ യാതൊരു ലാഗിങ് ഇഷ്യൂ അല്ലെങ്കിൽ ഫ്രെയിം ഡ്രോപ്പ് ഇഷ്യൂ നമുക്ക് ഈ ഒരു S22ൽ കാണാനും സാധിച്ചിട്ടില്ല. അപ്പോൾ ഗെയിമിങ്ങിന് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു S22 അവരെ നിരാശപ്പെടുത്തില്ല. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്കിതിൽ നിന്ന് ആസ്വദിക്കാനും പറ്റുന്നുണ്ട്. ഗാലക്സി S22ൽ 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 50 മെഗാപിക്സലിലെ 1.8 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മെയിൻ ലെൻസ്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 12 മെഗാപിക്സലിൻ്റെ f2.2 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള അൾട്രാ വൈഡ് ലെൻസ്, 10 മെഗാപിക്സലിൻ്റെ f2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള ടെലിഫോട്ടോ ലെൻസ്, അതിൽ തന്നെ 3x ഒപ്റ്റിക്കൽ സൂം ആണ് വരുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടി ആ ഒരു ലെൻസിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. എനിവേ പിറകിലെ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡേ ലൈറ്റ് പെർഫോമൻസിൽ നോക്കുകയാണെങ്കിൽ മിക്ക സെനേരിയോസിൽ എടുക്കുന്ന ഫോട്ടോസും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതായിട്ടാണ് എനിക്കിതിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എസ്പെഷ്യലി HDR പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് ശരിക്കും എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റിയുള്ള ഫോട്ടോ ആണ്. മിക്ക സെനേരിയോസിലും ഒരു വളരെ നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോ ഔട്ട്പുട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് പോർട്രേറ്റിൻ്റെ കാര്യം എടുത്താലും ആ ഒരു സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ ആ ഒരു സെപ്പറേഷൻ വളരെ മികച്ച രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്ജ് ടു എഡ്ജ് ഡിറ്റക്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് മിക്ക ഫോട്ടോസിലും കാണാൻ സാധിക്കും. മാക്രോയുടെ കാര്യത്തിൽ മാത്രമാണ് നമുക്കൊരു ഓക്കെ എന്നുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എനിവേ
വൈഡ് ആംഗിളിൽ എടുക്കുന്നതാണെങ്കിലും അൾട്രാ വൈഡിൽ എടുക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ ടെലിഫോട്ടോ ലെൻസിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ളൊരു ഫോട്ടോ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ് ടു 10x വരെയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്. ഈവൻ അപ് ടു 30x ആണ് ഇതിൻ്റെ മാക്സിമം സൂം റേഞ്ച് എന്ന് പറയുന്നത്. 30xലാണെങ്കിൽ നമുക്കൊരു റീഡബിൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു S22 നമുക്ക് കാണുന്നത്. എനിവേ നൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് നമുക്ക് മിക്ക സെനേറിയോസിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നമുക്കൊരു എബവ് ആവറേജ് എന്നുള്ള രീതിയിലുള്ളൊരു ഫോട്ടോ പെർഫോമൻസ് ആണ് എനിക്ക് ഈ ഒരു S22 കാണാൻ കഴിയുന്നത്. ഗാലക്സി S22 എടുക്കുന്ന വീഡിയോ ഫുട്ടേജ് ആണ്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. 8K 24 ഫ്രെയിം സെക്കൻഡ് ആണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. മോർണിംഗിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു HDR പെർഫോമൻസ് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ ഷേക്കിംഗ് ഇല്ലാത്ത വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു വീഡിയോ ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു S22 കാണാൻ കഴിയുന്നത്. ഇനി കളേഴ്സിൻ്റെ കാര്യം എടുത്താൽ ഒരു ഇത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചില സമയത്ത് സാച്ചുറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഔട്ട്പുട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യം എടുത്താൽ ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷ്വൽ ക്വാളിറ്റി നമുക്ക് ഈ ഒരു S22 കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓവറോൾ S22 ഈ ഒരു വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മികച്ചു നിൽക്കുന്ന ഒരു വീഡിയോ ക്വാളിറ്റി പെർഫോമൻസ് ആയിട്ടാണ് എനിക്കിതിൽ കാണാൻ കഴിയുന്നത്. സെൽഫി ക്യാമറ വരുന്നത് 10 മെഗാ പിക്സൽ f2.2 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള പഞ്ച് ഹോൾ ക്യാമറയാണ് S22 വരുന്നത്. സെൽഫിയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ് മിക്ക സെനേറിയോസിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊരു 10 മെഗാ പിക്സൽ ക്യാമറയാണെങ്കിലും നമുക്കറിയാം മറ്റു ചില സ്മാർട്ട് ഫോണുകളിൽ 20 മെഗാ പിക്സലിന് 32 മെഗാ പിക്സലിലൊക്കെ സെൽഫി ക്യാമറ കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതിലൊക്കെ എടുക്കുന്ന ഫോട്ടോയെക്കാളും കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫോട്ടോ ഔട്ട്പുട്ട് ആയിട്ടാണ് എനിക്ക് ഈ ഒരു S22 എടുത്തിരിക്കുന്ന സെൽഫി ഫോട്ടോസിനെ വിലയിരുത്താൻ പറ്റുന്നത്. അതിൽ തന്നെ സ്പെഷ്യലി ആയിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് പോർട്രേറ്റ് ഫോട്ടോസ് ആണ്. ആ ഒരു ബൊക്കെ എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു DSLR എഫക്റ്റ് ഫീൽ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ക്വാളിറ്റിയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. എസ്പെഷ്യലി ആ ഒരു എഡ്ജ് ടു എഡ്ജ് ഡിറ്റക്ഷനും അതുപോലെ തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ആ ഒരു സബ്ജക്റ്റും തമ്മിലുള്ള സെപ്പറേഷനൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ നമുക്ക് മിക്ക ഫോട്ടോസിലും കാണാൻ കഴിയുന്നുണ്ട്. HDR പെർഫോമൻസിൻ്റെ കാര്യം എടുത്താലും ഇതേ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള HDR ഫോട്ടോസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഫേസും അതുപോലെ തന്നെ ആ ഒരു പിറകിലെ സ്കൈഡൊക്കെ കളേഴ്സ് നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്ക ഫോട്ടോസിലും ലഭിക്കുന്നുണ്ട്. ഈവൻ നൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താലും ഒരു ഇത്തിരി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോ ഔട്ട്പുട്ട് നമുക്ക് നൈറ്റ് പെർഫോമൻസിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ പിറകിലെ ക്യാമറയും സെൽഫി ക്യാമറയുടെ ഒക്കെ കാര്യം എടുത്താൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു മികച്ച ഒരു ക്യാമറ പെർഫോമൻസ് നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി S22. ഗാലക്സി S22യുടെ സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോർണിംഗിലാണുള്ളത്. നല്ല രീതിയിലുള്ള ഒരു HDR പെർഫോമൻസ് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യം എടുത്താലും വളരെ ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷ്വൽ ക്വാളിറ്റിയാണ് എനിക്കിതിൽ ഫീൽ ചെയ്യുന്നത്. സ്റ്റെബിലിറ്റിയുടെ കാര്യവും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു വിഷ്വൽ ക്വാളിറ്റി ആയിട്ടാണ് എനിക്കിതിൽ കാണാൻ കഴിയുന്നത്. എനിവേ ഓവറോൾ വീഡിയോ പെർഫോമൻസിൻ്റെ കാര്യം എടുത്താലും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ ഒരു കാര്യം ഒന്ന് കമന്റിൽ പറയും. ഗാലക്സി S22ന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8GB + 128 3229 ഖത്തറിയാൽ, ഏകദേശം ഇന്ത്യയുടെ 64,500 രൂപയും 8GB + 256GB വരുന്നത് 3429 ഖത്തറിയാൽ, ഏകദേശം ഇന്ത്യയുടെ 68,500 രൂപയാണ് വരുന്നത്. ഓവറോൾ ഈ ഒരു S22ന്റെ കാര്യം എടുത്താൽ S22 സീരീസിൽ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് സെയിം പ്രോസസ്സറും GPUം കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് വ്യത്യാസം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഫീൽ ചെയ്യില്ല. മറിച്ച് മികച്ച രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കാണാം. ഒരു ക്യാമറ ക്വാളിറ്റി നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി, ഓവറോൾ സെയിം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള എല്ലാ എക്സ്പീരിയൻസും നമുക്ക് ഈ ഒരു S22 ഫീൽ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 6.1 എന്ന് പറയുന്ന ഒരു ഹാൻഡി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നിങ്ങൾ തേടുന്നത്, അല്ലെങ്കിൽ കയ്യിൽ ഒതുങ്ങുന്ന ഫോണാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി S22. ഇന്നത്തെ ഈ ഒരു സാംസങ് ഗാലക്സി S22ന്റെ റിവ്യൂ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരത്തിന് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ചാനലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തി ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. എനിവേ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.